ഹായ് സുഹൃത്തുക്കളെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ മക്കളെ, ഇന്ന് നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത്, അവൻ്റെ ഭാര്യയെയും മോഹിക്കരുത്, അവൻ്റെ ദാസനെയും ദാസിയെയും കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 20-ാം വചനം. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് പ്രത്യാശിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഒരു ഗാനം കേൾക്കാം. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ അതു ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. അടുത്ത വേറൊരു ഗാനം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ശോണിതൻ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല എൻ്റെ ഉള്ളം ചൊല്ലുന്നു. വൈഷമ്യമുള്ളേതുകുന്നു കരകേറി നടകൊള്ളും രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയിൽ ഞാൻ മാനിനെ പോലോടിടുന്നു. ആരുമേനിയില്ലെന്നോ ഞാൻ ഏകനായി തീർന്നു മാനസത്തിൽ ജാതി പൂണ്ടു കേറിപ്പാൻ. എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയാ. ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നാൽ എന്നെ ഓർത്തു ദൈവദൂതർ വന്നിടും. ഏറ്റം സ്നേഹച്ചൂടോ അപ്പവുമായി വന്നിടും. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ, നാളെയെ കൊണ്ടെൻ മനസ്സിൽ യവലേശം ഭാരമില്ല. ഓരോ നാളും ദൈവമെന്നെ പോറ്റുന്നു. കാക്കകളെ വിചാരിപ്പി, വിതയില്ല കൊയ്ത്തുമില്ല, ദൈവമാവയ്ക്ക് വേണ്ടതെല്ലാം നൽകുന്നു. ലില്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു. പത്മദ്വീപിൽ ഏകനായി ഞാൻ വസിച്ചാൽ ഭയമില്ല, സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്തെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.